എന്തെങ്കിലും സൂചന പോലീസ് നൽകുന്നുണ്ടോ? നിലവിൽ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? കൂടുതൽ സൂചനകളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. പോലീസ് നേരത്തെ ഹോസ്ദൂർ കോടതിയുടെ മുൻപിൽ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹമാണ് കോടതി പരിസരത്തുണ്ടായത്. കോടതി പിരിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ ഒരു പോലീസ് സന്നാഹം കോടതിയുടെ പരിസരത്ത് നിലയുറപ്പിച്ചത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ടെത്താനുള്ള ഒരു സാധ്യത, ഒരു വലിയ അഭ്യൂഹം പരന്നത്. കോടതി സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടം എത്തും എന്നൊരു സൂചന ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ പോലീസ് കോടതി പരിസരങ്ങളിൽ പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ കോടതിയിൽ ഹാജരാകുന്നതിന് മുൻപ് തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള സന്നാഹം ഒരുക്കങ്ങൾ പോലീസ് നടത്തിയിരുന്നു. എന്നാൽ കോടതി പിരിയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ല. സുല്യയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് എന്നൊരു സൂചന ലഭിച്ചിരുന്നു. കർണാടകയിൽ നിന്നുള്ള സുല്യയിൽ ഒളിവിൽ കഴിയാനുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട്. അവിടെ മലയാളികളായ ധാരാളം ആളുകളുണ്ട്, കോൺഗ്രസുമായി ബന്ധമുള്ള ധാരാളം ആളുകളുണ്ട്. അങ്ങനെ അവരുടെ ഒരു പിന്തുണയോടുകൂടി അവിടെ കഴിയാനുള്ള ഒരു സാധ്യത പോലീസ് കണക്കുകൂട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി കാസർഗോഡ് വഴിയാണ്. കാസർഗോഡ് ബന്തെടുക്ക വഴിയും അതോടൊപ്പം തന്നെ പാണത്തൂർ വഴിയും കാസർഗോട്ടേക്ക് എത്താനുള്ള വഴികൾ ധാരാളമുണ്ട്. അവിടെ പോലീസ് പരിശോധന ചെക്ക് പോസ്റ്റുകളില്ലാത്ത വഴികളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുവഴി ഈ കോടതിയിലെത്തി കീഴടങ്ങാം എന്നതായിരിക്കാം ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്കുകൂട്ടിയത്.